എടാ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യം, ഒരു വീഡിയോയുടെ ഒരു ചോദ്യത്തിന്റെ ഒരു മറുപടി കമന്റായിട്ട് തന്നെ ഒരുപാട് അതിനകത്ത് പല പല ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴേ, ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ ആ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിക്കാരന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ പുള്ളി വലത്തോട് വെട്ടിക്കുള്ളൂ ആ വണ്ടി. ഇപ്പൊ നീ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോവുക, ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുക. അപ്പൊ ആ ബസ്സുകാരന് അവിടെ ഇടതുവശത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ബസ്സുകാരൻ വണ്ടി ഓടിച്ചോണ്ട് പോവുക, നേരെ വണ്ടി ഇടതുവശം ചേർന്ന് ഓടിച്ചോണ്ട് പോകുന്നു. ഒരു സൈക്കിളുമായിട്ടൊരു കുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് റോഡിലോട്ട് കയറുന്നു. അപ്പൊ നീ വണ്ടി ബസ് പോകുന്നു, നീ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയെ ഇടിക്കാൻ ഒരു 60 കിലോമീറ്റർ സ്പീഡ് ബസ്സിനുണ്ടെങ്കിൽ ആ വണ്ടിക്കാരൻ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും ഒന്ന് പറയണം, ജസ്റ്റ് ഒന്ന് പറയണം. അത് പറയാം. അപ്പം ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പുറകെ നിൽക്കുന്നു, ബസ്സുകാരൻ നേരെ പോകുന്നു, പുള്ളിയുടെ ഫ്രണ്ടില് പെട്ടെന്നൊരു കുട്ടിയോ അല്ല ഒരു വണ്ടിയോ പെട്ടെന്ന് കയറി പുള്ളിയുടെ ഫ്രണ്ടിൽ. അപ്രത്യക്ഷമായിട്ട് പുള്ളി എന്ത് ചെയ്യും? പുള്ളി ആദ്യമേ ബ്രേക്ക് ചവിട്ടും, പക്ഷെ പെട്ടെന്ന് ചാടുന്നതുകൊണ്ട് എന്തായാലും ചെറിയ ഡിസ്റ്റൻസല്ലേ ഉള്ളൂ, ഇടിക്കാൻ സാധ്യത ഉറപ്പാ. അപ്പൊ പുള്ളി അല്ല എങ്ങനെയാണെങ്കിലും ബസ്സുകാരൻ വലത്തേക്ക് വെട്ടിക്കും, ഉറപ്പായിട്ടും വെട്ടിക്കും. കാരണം ബസ് എന്ന് പറയുമ്പോഴത്തേക്കും ചവിട്ടിയിട്ട് നിക്കത്തില്ല അത്രയും പെട്ടെന്ന്. അതെ അതെ. അപ്പൊ ഡ്രൈവറുടെ ഒരു നേരെ ഫ്രണ്ടിലുള്ള അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വണ്ടി. അപ്പൊ അത് രക്ഷിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മെയിൻ. അപ്പൊ പുള്ളി ആദ്യമേ വണ്ടി ചവിട്ടും, നിക്കാൻ ചാൻസ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും വലത്തേക്ക് വെട്ടിക്കും, ഉറപ്പായിട്ടും. അല്ല എന്തായാലും ഡ്രൈവർമാർ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടാണ്, പുറകെ വരുന്ന വണ്ടിക്കാരൊന്നും മിണ്ടാവുന്ന ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന പറഞ്ഞൊരു ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റുകൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നേ. എനിക്ക് തോന്നുന്നത് പുറകിൽ ഇപ്പൊ നമ്മള് ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ ഒരു ഓൺ അടിക്കുക, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഡ്രൈവർ ശ്രദ്ധിക്കും പുറകിലൊരു വണ്ടിയുണ്ട്, ഓവർടേക്ക് ചെയ്യാനാണ് എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ. എന്തായാലും പുറകിൽ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു ഓൺ അടിക്കുന്നത് ഏറ്റവും നല്ലത്. ഉണ്ട്. നമ്മളിപ്പോ ഇപ്പൊ നാലുരിപ്പാതയിലൊക്കെ പോവാണെങ്കിൽ ഈ മെയിൻ ജംഗ്ഷനിലുണ്ട്, അവിടെ സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നലില് ഈ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ സിഗ്നൽ ജമ്പ് ചെയ്ത് പോവുക. നമുക്ക് ക്ഷമയില്ല. അപ്പോ നമ്മൾ ഓടി വരുന്ന വഴിയില് മഞ്ഞ ലൈറ്റ് കാണുക, പച്ച, അത് കഴിഞ്ഞിട്ട് മഞ്ഞ, പിന്നെ ചുമല, അങ്ങനെയാണല്ലോ. അപ്പോ നമ്മൾ ഈ മഞ്ഞ ലൈറ്റ് പിന്നെ തുടങ്ങുമ്പോഴത്തേക്കും എന്താ കടന്നു പോകാൻ വേണ്ടിട്ട്, റെഡ് ആകുന്നതിന് മുന്നേ കടന്നു പോകാൻ വേണ്ടി നമ്മൾ ചവിട്ടി അങ്ങ് പിടിക്കും. അപ്പൊ നമ്മളങ്ങനെ ചവിട്ടി പിടിക്കുമ്പോ ചിലപ്പോ അതിന്റെ അടുത്തെത്താറാവുമ്പോഴത്തേക്കും റെഡ് കത്തും. അപ്പൊ ചിലർക്കൊരു കൺഫ്യൂഷൻ, കടന്നു പോകണോ വേണ്ടയോ എന്നുള്ള. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. എനിക്കെന്നല്ല, ഞാൻ പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കാറുകാരങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പെട്ടെന്ന് അങ്ങ് ചവിട്ടി നിർത്തും അവിടെ. അന്നേരം പുറകെ വരുന്ന കാറുകാര് നമ്മൾ ഓർക്കും അവൻ കടന്നു പോകുമായിരിക്കുന്നു അവന്റെ പോക്ക് കാണുമ്പോൾ, പക്ഷെ അവൻ ആ കറക്റ്റ് ഫ്രണ്ടിലുള്ള കാറുകാരൻ കൊണ്ട് ചവിട്ടി നിർത്തുകയും ചെയ്യും. പെട്ടെന്നുള്ള ചവിട്ടായിരിക്കും. അന്നേരം പുറകെ വരുന്ന നമുക്ക് ചിലപ്പോ ബ്രേക്ക് നിൽക്കുകയല്ല. അതെ അതെ അതെ. ഇല്ലില്ല. അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, ആ വണ്ടിയുടെ ഇടത്തോട്ടോ വലത്തോട്ടോ വെട്ടിക്കും. നമുക്കൊരു വണ്ടി കയറി വന്നെങ്കിൽ നമ്മൾ ഇടത്തോട്ട് വെട്ടിക്കും. അതെ അതെ. ഇടത്തുനിന്നാണ് പെട്ടെന്ന് ഒരു വണ്ടി കയറി വന്നാൽ സ്വാഭാവികമായിട്ടും വെട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മൾ അറിയാതെ അങ്ങ് വെട്ടിച്ചു പോകുന്ന ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത്. അതാണ് സംഭവം. അപ്പൊ നമ്മളെപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോ ഒരു ഓൺ അടിച്ച് ഫ്രണ്ടിലുള്ള ഡ്രൈവറെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി. അതാ ഏറ്റവും സേഫ് ആയിട്ട്. നമുക്ക് ചിലപ്പോ നമ്മൾ ഓണൊന്നും അടിക്കാതെ കയറി പോയിട്ട് പുള്ളി അറിഞ്ഞില്ലെങ്കിലോ, അറിയാതെ കയറി പോകും പെട്ടെന്ന് ഈ ബൈക്ക് ചിലപ്പോ പോകുന്ന ഒറ്റ പോക്കായിരിക്കും, അങ്ങ് കടന്നു പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ചെറിയ സെക്കൻഡ്സ് പോരെ ഒന്ന് ബൈക്ക് കയറി പോകാനേ. അപ്പൊ എപ്പോഴും അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ഈ ഷോർട്സിന്റെ വേറൊരു കമന്റ് സെക്ഷനിൽ വന്നാണ് നമ്മള് എയർ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. എയർ ബ്രേക്കിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എയർ ബ്രേക്ക് ആദ്യമായിട്ട് ചവിട്ടുമ്പോൾ സത്യസന്ധമായിട്ട് നിന്റെ ഒരു അഭിപ്രായം എങ്ങനെ? എയർ ബ്രേക്ക് ആദ്യമായിട്ട് ചവിട്ടുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് എയർ ബ്രേക്ക് ചവിട്ടിയപ്പോ ലോറി അവിടെ നടുക്ക് നിൽക്കുകയത്. എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ഒറ്റ ചവിട്ടി വണ്ടി
കാറൊക്കെ ഓടിച്ചിട്ട് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഓടിച്ചു. അപ്പം ആദ്യമേ ബ്രേക്ക് ചവിട്ടിയപ്പോഴത്തേക്കും ആദ്യമായിട്ട് വണ്ടി ബ്രേക്ക് നമ്മുടെ ഡെന്നീസ് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്, ഡെന്നീസ്. അപ്പൊ ആശാനാണ് വണ്ടി ഓടിക്കാൻ തരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ബ്രേക്ക് ചവിട്ടിയപ്പോ ആശാനോട് ചോദിച്ചാൽ അത് ഇപ്പോഴും അറിയാം. എന്നോട് ആദ്യമേ ആശാൻ പറഞ്ഞു, ആദ്യമേ എന്നോട് പറഞ്ഞു തന്ന കാര്യം എന്താണെന്നറിയാമോ, നീ ആദ്യമേ വണ്ടി എടുത്തിട്ട് ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കണേന്ന്. അങ്ങനെയാണ് ഞാൻ ഇപ്പഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ആശാൻ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കറിയാം കാറ് ഓടിച്ചുള്ള പരിചയമാണ്, വലിയധികം പരിചയമില്ല. അപ്പം ഇതിത്തെ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്കും നിൽക്കാൻ സാധ്യതയുണ്ട്, അല്ല ഒറ്റച്ചവിട്ടായി പോകാൻ സാധ്യതയുണ്ടെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി എന്നോട് ആദ്യം പറഞ്ഞു, നീ വണ്ടി ഒന്ന് അനക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കാൻ പറഞ്ഞു ആദ്യമായിട്ട്. അപ്പോഴത്തേക്കും ഞാൻ വണ്ടി എടുത്തപ്പോഴത്തേക്കും എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ ബ്രേക്കിന്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും ആശാൻ പറഞ്ഞത് ശരിയായിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടി നോക്കാൻ പറഞ്ഞു, ഞാൻ ആശാൻ പറഞ്ഞ പോലെ തന്നെ ചവിട്ടി നോക്കി. പക്ഷെ അത് ഒറ്റച്ചവിട്ടായി പോയി. ഞാൻ അത് പിന്നെ എനിക്ക് ടെൻഷനായി. എന്റെ എന്റെ കൂട്ടത്തില് വന്നിട്ടുള്ള ഒരുപാട് ആളുകളും ആദ്യമായിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതുപോലെ അനുഭവങ്ങൾ നമ്മുടെ സുഹൃത്ത് വണ്ടി ഓടിക്കാൻ മേടിച്ചിട്ടേ ഇതുപോലെ ബ്രേക്ക് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പിടിക്കാതായിരുന്നത്, ഞാൻ ഗ്ലാസും പൊട്ടിച്ചിട്ട് പോയാനേ. ഉള്ള കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും കാര്യങ്ങളും സത്യസന്ധമായ രീതിയിലാണ് നമ്മള് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ആൾക്കാര് കമന്റ് ഇടുന്ന ആൾക്കാർ അവർക്ക് അനുഭവ സമ്പത്ത് ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നത്. അതെ, എനിക്ക് ആദ്യം എയർ ബ്രേക്ക് പാടായിരുന്നു ചവിട്ടാൻ. ഞാൻ എങ്ങനെ നോക്കിയാലും ആ ഒരു സിങ്കിങ് ശരിയാവുന്നില്ല. എങ്ങനെയൊക്കെ ചവിട്ടിയാലും നമ്മള് പതുക്കെ ചവിട്ടിയാൽ പെട്ടെന്ന് ഒറ്റ ചവിട്ടായി പോകുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ ഇത് ചവിട്ടും. പക്ഷെ നമുക്ക് ടൈമിങ് കഴിഞ്ഞു പോകും, നമ്മൾ നിൽക്കുന്ന സ്ഥലം കഴിയും. അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി വിലം കൊടുത്ത് ചവിട്ടും, അന്നേരം ഒറ്റ ചവിട്ടായി പോകും. അതൊക്കെ അതെ 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 അതിന്റെ ഒരു നാക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് നമ്മളത് പ്രാക്ടീസിൽ കൂടെ ഉള്ളൂ. എന്തോരെ പറഞ്ഞാലും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ലത്. നമുക്ക് ഈ സാധനം ചവിട്ടി നമുക്ക് അത് മനസ്സിലാവണം, അതിന്റെ ആ ഒരു ചവിട്ടേണ്ട രീതി. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. സാധാരണ കാറിന്റെ പോലെ എയർ ബ്രേക്ക് ഉള്ളൂ എന്നൊക്കെ പറയല്ലേ? ഓ, അങ്ങനെ ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട്, കാറിന്റെ പോലെ ഉള്ളൂ എയർ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് എഴുതുന്നുണ്ട്. പക്ഷെ കാറിന്റെ വെച്ചോണ്ട് നിങ്ങളിപ്പോ ഒരു ബസ്സാണ് ഓടിക്കുന്നെങ്കിൽ എയർ ബ്രേക്ക് സിസ്റ്റമുള്ള ബ്രേക്കാണ് ബസ്സാണ് ഓടിക്കുന്നെങ്കിൽ പണി കിട്ടുമല്ലേ? കിട്ടും. ആദ്യമായിട്ട് ഓടിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വരും. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച ആശാൻ ആദ്യമേ അത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക് ചവിട്ടി നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ കാര്യം അപ്പൊ മനസ്സിലായില്ല. ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പോൾ മനസ്സിലായി വണ്ടി നിൽക്കുവായത്, ഓഫായി പോയത്. ഞാൻ ചവിട്ടിയത് കൂടിപ്പോയി. അങ്ങനെ എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ബ്രേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബ്രേക്ക് ചവിട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആയിരുന്നു, കാരണം അത് ശരിയാവുന്നില്ല ഞാൻ ചവിട്ടിയിട്ട്. ചവിട്ടാവുള്ളൂ. അതെ 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 അതെ. ഓക്കെ, പോയിട്ട് വാ.